സ്റ്റേജ്. അയ്യോ, ജനീലിയ ചേച്ചി അല്ലേ? ജനീലിയ ടീച്ചർ. ഹായ് ചേച്ചി. ടീച്ചറാണോ ഇത്? അല്ല, ഞാൻ ജനീലിയ. പക്ഷെ ടീച്ചറെ പോലെ വന്നിട്ടുണ്ടല്ലോ. സാരി ഇട്ടുണ്ട്. ആണോ? ഹായ് മാഡം, ഹൗ ആർ യു? ഐ എം ഗുഡ്, ഹൗ ആർ യു? ഐ ആം ഡൂയിങ് ഫൈൻ ആസ് വെൽ. ഈ സാരി എടുത്ത ജനീലിയ കുട്ടിയുടെ ഒരു പ്രൊഫൈൽ വീഡിയോ ഉണ്ട്, നമുക്ക് കണ്ടു നോക്കാം. ആകാശവാണി കൊച്ചി FM എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ചലച്ചിത്രഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങളാണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യ ഗാനം ആവശ്യപ്പെട്ടത് കരുവാറ്റയിൽ നിന്നും പ്രൈസൺ സണ്ണി. ആദ്യ ഗാനം തോമസ് ലീഹ എന്ന ചിത്രത്തിൽ നിന്നും. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം സലിൽ ചൗധരി, ഗായിക വാണി ജയറാം. സലീൽ ചൗധരി സാറും ജോൺസൺ മാഷൊക്കെ ആയിരുന്നു അപ്പയുടെ ഫേവറേറ്റ് മ്യൂസിക് ഡയറക്ടേഴ്സ്. പിന്നെ പിന്നെ അപ്പയുടെ ഇഷ്ടങ്ങൾ എൻ്റെയും ഇഷ്ടങ്ങളായി മാറി. കലവില പറഞ്ഞിങ്ങനെ പാറ നടക്കുമെങ്കിലും വളരെ സ്നേഹവും കെയറിങ്ങും ഉള്ളൊരു മോളാണ് ഞങ്ങളുടെ ജനീലി കുട്ടി. ഹായ്. അപ്പയും അമ്മ എന്നോട് എപ്പോഴും പറയുന്ന കാര്യം അടങ്ങിയിരി കൊച്ചേ, അടങ്ങിയിരി കൊച്ചേന്ന്. അടങ്ങിയിരുന്നത് എന്നാത്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. എൻ്റെ ഗ്യാങ് എത്തി. എൻ്റെ ചേട്ടനും അനിയനും കൂടി 6 ആൺമക്കളാണുള്ളത്. ജനീലിയാണ് ഞങ്ങളുടെ വീട്ടിലെ ആകെയുള്ള പെൺതരി. ഈ പറഞ്ഞ 6 ആങ്ങളമാരുടെ പുന്നാര പെങ്ങളാകുമ്പോൾ ഞാൻ കുറച്ച് വൈബൊക്കെ കാണിക്കണം. കണ്ടില്ലേ, ഇത്ര വൈബായിട്ടുള്ള കസിൻസ് ഉള്ളപ്പോൾ ഞാനിങ്ങനെ അടങ്ങിയിരിക്കുന്നത്. ജനീലിയ എത്രയൊക്കെ കുസൃതി കാണിച്ചാലും അവൾ സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ, അവളുടെ സംഗീത പഠനം. പാതിരാവായില്ല പൗർണമി കന്യയ്ക്ക് 17-18 പ്രായം. ജനീലയുടെ അപ്പയുടെ ആഗ്രഹം മോളെ ഒരു ടെന്നീസ് പ്ലെയർ ആക്കാനായിരുന്നു. പക്ഷേ ടെന്നീസ് റാക്കറ്റ് പിടിക്കേണ്ട കയ്യിൽ മയക്ക് പിടിക്കാനായിരുന്നു ദൈവനിയോഗം. എൻ്റെ മ്യൂസിക് ടീച്ചേഴ്സായ വിഷ്ണു സാറും ധന്യ ടീച്ചറുമാണ് എന്നെ ടോപ്പ് സിംഗർ വേദിയിൽ എത്തിച്ചത്. അബുദാബിയിലായിരുന്നപ്പോൾ ഒരുപാട് കൂട്ടുകാരൊന്നും ഇല്ലായിരുന്നു ജനീലിക്ക്. എന്നാൽ ടോപ്പ് സിംഗറിൽ വന്നപ്പോൾ ഒരുപാട് കൂട്ടുകാരെ കിട്ടിയതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങളുടെ ജനീലി കുട്ടി. അപ്പുറം അബുദാബിയിൽ നിന്ന് തുടങ്ങിയ എൻ്റെ സംഗീതയാത്ര ഇപ്പോൾ കേരളത്തിൽ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിൽ എത്തി നിൽക്കുകയാണ്. ഇനി മുതൽ എൻ്റെ പാട്ടിനൊപ്പം നിങ്ങളും ഉണ്ടാവണം. എന്തായാലും എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ ടെന്നീസ് റാക്കറ്റ് കയ്യിൽ കിട്ടാത്ത നന്നായി. അതുകൊണ്ടല്ലേ നമുക്ക് ജനീലിയെ കിട്ടിയത്. അതെ, അല്ല അച്ഛന്റെ സന്തോഷം കണ്ടോ അത് പറഞ്ഞപ്പോ? എന്താ ഇത്ര ഹാപ്പി ആയത് പെട്ടെന്ന്? അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ അടിച്ചേനെ. അത്രയും കുറുമ്പിയാണോ? ആര് വീട്ടിൽ ഹൊററാണോ? ഹൊറർ അത്രയൊന്നും ഇല്ല, പക്ഷെ ഇവര് പറയുന്ന ഹൊററാണ്. അല്ല ജനീലി കുട്ടി 5-6 ആംഗ്ലമാരാണല്ലേ? ഞാനല്ല, എനിക്ക് ഉണ്ട്. അതെ, എന്നെ പോലെ തന്നെ എനിക്കും. ആണോ? ജനീലസ് എന്തോ ഏതാണ് പാട്ട്? ഹിമശൈല സൈക്കഥ. എനിക്ക് മനസ്സിലായി ഇതാരാണ് സെലക്ട് ചെയ്തത്. അച്ഛനായിരിക്കും തന്നെ, എനിക്ക് മനസ്സിലായി. ദേവരായ മാസ്റ്റർ, ദക്ഷിണാമൂർത്തി സ്വാമി, അങ്ങനെയുള്ള ബാബുക എല്ലാവരുടെയും കാലത്ത് ഇങ്ങനെ ജീവിച്ചോണ്ടിരിക്കുകയാണ് അദ്ദേഹം എപ്പോഴും, അല്ലെ? എങ്ങനെ ജീവിക്കാണ്ടിരിക്കും? അതൊക്കെ എത്ര ബ്യൂട്ടിഫുൾ മ്യൂസിക് ആണ്, അല്ലേ? അതാണ് നമ്മുടെ ലെഗസി, അല്ലെ? അപ്പൊ ഇത് ഹിമശൈല സൈക്കഥ ഭൂമിയിൽ നിന്നു നീ പ്രണയപ്രവാഹമായി വന്നു. ഇതാരാണ് ഇതിനകത്ത് അനൗൺസ് ചെയ്തിരിക്കുന്നത്? ആകാശവാണി. അത് നമ്മുടെ കൊച്ചി FM-ല് മറ്റേ സിന്ധു. അതെ സിന്ധു ചേച്ചിയാണ്. അപ്പൊ ഒരു വലിയ താങ്ക്സ് ഉണ്ട് സിന്ധുവിന് ഒരു വലിയ താങ്ക്സ് ഉണ്ട് കേട്ടോ. അസലായിരിക്കും, അസാധ്യമായിരിക്കും. ആകാശവാണി കൊച്ചിൻ FM. സിന്ധു ഹായ്. അപ്പൊ സിന്ധുവിനെ പോലെ പറയാം. ശാലിനി എന്റെ കൂട്ടുകാരി എന്ന സിനിമയിലെ MD രാജേന്ദ്രൻ രചിച്ച് ദേവരാജ മാസ്റ്റർ സംഗീതം ചെയ്ത ശ്രീമതി P മാധുരി പാടിയ ഹിമശൈല സൈകത ഭൂമിയിൽ നിന്ന് നീ പ്രണയപ്രവാഹമായി വന്നു.
ഇതിപ്പോ ONV സാറ് പറഞ്ഞ പോലെ അത് അതിഗൂഢ സുസ്മിതം അമ്പോ. ഉള്ളിലൊതുക്കുന്ന പ്രഥമോദ ബിന്ദുവായി തീർന്നു. അതെ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി Thank you. ബെസ്റ്റ് ശാലിനി. Thank ഓൾ ദി you. ബെസ്റ്റ് ശാലിനി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നൈസ് മോളെ, നൈസ് നൈസ് നൈസ്. താങ്ക് യു. എല്ലാം Thank you. നമ്മുടെ മക്കളൊക്കെ പെട്ടെന്ന് വളരുന്നത് നമുക്ക് ഇഷ്ടപ്പെടില്ല അല്ലേ? അപ്പൊ പെട്ടെന്ന് സാരിയിട്ടപ്പോ അയ്യോ വലുതായി പെട്ടെന്ന്. അപ്പൊ എനിക്ക് തോന്നുന്നു വേണ്ട 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 നമ്മുടെ ചെറുത് മതി, ജനീലിന് ചെറുത് കൊച്ചു മതി. കുട്ടിയായ മതി അങ്ങനെ തോന്നി കേട്ടോ. സത്യം എനിക്ക് അതെന്നെ ഫീൽ മിഡിൽ ചെയ്തു. ടോപ്പൊക്കെ ഇട്ട് നിൽക്കുന്നതാണ്. അതാണ് അതെ. ജനീലെ കുട്ടി എന്തോ നല്ല ശ്വാസം എടുത്ത് പാടിയാ മതി, ആ. അപ്പൊ തന്നെ സെറ്റാണ്. ഓക്കെ, അതാണ് ഈ വരികളുടെ അവസാനം എത്തുമ്പോഴത്തേക്ക് Weak ആയി പോണത്. വീക്ക് ആവുന്നത് അതുകൊണ്ടാണ്. പിന്നെ നല്ല സോങ് സെലക്ഷൻ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. Janilius. എന്തോ So you're going to be awarded 96.25 out of 100. താങ്ക് യു. ജനീലിയ കുട്ടി എന്തോ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. എംജെ ഞങ്ങൾ പറഞ്ഞ സാരിയൊക്കെ മാറ്റി ഒരു പാവാടയും ടോപ്പൊക്കെ ഇട്ടിട്ട് വരണം. മതി, കുട്ടിയായ മതി. ടാറ്റാ. ഞങ്ങൾക്ക് കുട്ടി ജനീലിയ മതി. കുട്ടി ജനീലെ മതി.